കോട്ടയം താഴത്തങ്ങാടി കൊച്ചേട്ട് വീട്ടിലെ കൂറ്റൻ ഇലഞ്ഞിമരത്തിനും വീട്ടുകാർക്കും ലോക വനദിനത്തിൽ ആദരം. ജപ്പാൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന പരിസ്ഥിതി സംഘടനയായ ഓയിസ്ക ഇന്റർനാഷണൽ കോട്ടയം ചാപ്റ്ററിന്റെ വൃക്ഷമുത്തശ്ശി സംരക്ഷക അവാർഡ് താഴത്തങ്ങാടി സ്വദേശികളായ KJ ജേക്കബ് LC ദമ്പതികൾക്ക് സമ്മാനിച്ചു. ലോക വനദിനമായ ഇന്ന് രാവിലെ വൃക്ഷമുത്തശ്ശി തണലിൽ വെച്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA അവാർഡ് സമ്മാനിച്ചു. അതോടൊപ്പം തന്നെ വീടുകളിൽ നമുക്ക് കുട്ടിവനം അതുണ്ടാക്കാൻ പറ്റും. വേറെ ഒന്നും വേണ്ട, ഒരു ചെറിയ സ്ഥലം മതി. അവിടെ നമുക്ക് ഈ ഇനങ്ങളെല്ലാം കൂടി ചേർത്ത് നെല്ലി ഞാൻ ഒന്നുകൂടെ പറയാൻ പറ്റും, ഒരു നെല്ലിയാണ് അതിനകത്ത്. അപ്പോൾ ഇതെല്ലാം കൂടി ചേരുമ്പോൾ നമുക്കൊരു കോമ്പിനേഷൻ ഉണ്ട്. ആ കോമ്പിനേഷൻ സത്യം പറഞ്ഞാൽ പരിസ്ഥിതിക്ക് വളരെ ഗുണമാണ് എന്നാണ് ശാസ്ത്രജ്ഞനായ ആളുകൾ പറയുന്നത്. നമുക്കൊരു ശാസ്ത്രബോധം ഉണ്ടെന്നുള്ളതല്ലാതെ ഒരു ശാസ്ത്രജ്ഞൻ എന്നുള്ള നിലയിൽ ഞങ്ങൾക്കാർക്കും പറയാൻ പറ്റിയില്ല, പക്ഷേ ഇവർക്ക് അതൊക്കെ പറയാൻ പറ്റും. പ്രസിഡന്റ് AP തോമസ് അധ്യക്ഷനായി. മുനിസിപ്പൽ കൗൺസിലർ ബിന്ദു സന്തോഷ് കുമാർ, സാജൻ ഗോപാലൻ, ജേക്കബ് പണിക്കർ, സന്തോഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. ഈ ഇലഞ്ഞിക്ക് 300-നും 400-നും ഇടയിൽ പ്രായമുണ്ടെന്ന് വനം വകുപ്പ് പീച്ചി ഗവേഷണ കേന്ദ്രം കഴിഞ്ഞ വർഷം സാക്ഷ്യപ്പെടുത്തിയിരുന്നു. തന്റെ പിതാവ് ഈ ഭൂമി വാങ്ങുമ്പോൾ തന്നെ ഇലഞ്ഞി ഉണ്ടായിരുന്നെന്നും അത് വെട്ടരുതെന്ന് പിതാവ് പറഞ്ഞിരുന്നതായും ജേക്കബ് പറയുന്നു. ഇതിൻ്റെ ഏകദേശം ഒരു 2/3 സൈസ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഇത്ര വലുതായി. 300 വർഷത്തെ പഴക്കമുണ്ടെന്നാണ്, അത് കൂടുതൽ പഴക്കമുണ്ടെന്നാണ് ഫോറസ്റ്റ് റിസർച്ചുകാർ പറയുന്നത്. അവർ നോക്കിയിട്ട് പറയുന്നു. അതാണ് സംഗതികൾ. 2 വർഷം മുൻപും ഈ ഇലഞ്ഞിമരം ശ്രദ്ധ നേടിയിരുന്നു. ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് അന്ന് ഈ ഇലഞ്ഞിമര തണലിലിരുന്നാണ് തന്റെ കവിത ആലപിച്ചു കേട്ടത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം.